മക്കളെ, വനവാസവും അജ്ഞാതവാസവും വിജയകരമായി പൂർത്തിയാക്കിയ പാണ്ഡവർക്ക് അവരുടെ പിതാവിൻ്റെ സ്വത്തായ പകുതി രാജ്യം വീണ്ടെടുത്തു കൊടുക്കുവാൻ വേണ്ടി ശ്രീകൃഷ്ണൻ്റെ നേതൃത്വത്തിൽ ബലരാമൻ, ദ്രുപദൻ, സാത്യകി, പ്രദ്യുമ്നൻ തുടങ്ങിയ പ്രമുഖരെല്ലാവരും കൂടെ ചേർന്നിരുന്ന് ഒരാലോചന നടക്കുകയായിരുന്നു. കാര്യങ്ങൾ സമാധാനപരമായി നടക്കണം എന്നതുകൊണ്ട് ശ്രീകൃഷ്ണൻ ഒരു സന്ധി സംഭാഷണത്തിന് വേണ്ടി ഒരു ദൂതനെ അയക്കണമെന്ന് നിർദ്ദേശിച്ചു. ദ്രുപദ മഹാരാജാവ് ഒരു ദൂതനെ ഹസ്തിനപുരത്തേക്ക് അയക്കുകയും ചെയ്തു. എല്ലാവരും കൗരവ പാണ്ഡവ യുദ്ധം പ്രതീക്ഷിച്ചിരുന്നു. അതിനാൽ ഇരുപക്ഷക്കാരും സൈന്യങ്ങളെ സംഘടിപ്പിക്കുവാൻ തുടങ്ങി. പല രാജാക്കന്മാരും പാണ്ഡവർക്കും കൗരവർക്കും സഹായം വാഗ്ദാനം ചെയ്തു. ഇപ്രകാരം പാണ്ഡവർക്ക് 7 അക്ഷൗഹിണിയും കൗരവർക്ക് 11 അക്ഷൗഹിണിയും സൈന്യങ്ങളെ സംഘടിപ്പിക്കുവാനായിട്ട് കഴിഞ്ഞു. പാണ്ഡവർക്ക് വേണ്ടി സന്ധി സംഭാഷണത്തിന് പോയ ദൂതൻ ഹസ്തിനപുരത്തെത്തി ഭീഷ്മർ, ധൃതരാഷ്ട്രർ എന്നിവരെ കണ്ട് പാണ്ഡവരുടെ ആവശ്യം അറിയിച്ചു. യുദ്ധം ഒഴിവാക്കി സമാധാന മാർഗത്തിലൂടെ രാജ്യം ലഭിക്കണമെന്നാണ് പാണ്ഡവർ ആഗ്രഹിക്കുന്നത് എന്നുള്ള വിവരം ദൂതൻ ധൃതരാഷ്ട്രരെ അറിയിച്ചു. ഭീഷ്മർ ദൂതനെ അനുകൂലിച്ചു. അർജുനനെ പോലെ ഒരു വില്ലാളി വീരനും ശ്രീകൃഷ്ണനെ പോലെ ഒരു നയതന്ത്രജ്ഞനും പാണ്ഡവപക്ഷത്ത് ഉള്ളതിനാൽ അവരെ യുദ്ധം ചെയ്ത് തോൽപ്പിക്കുവാൻ കഴിയില്ലെന്നും അതിനാൽ സമാധാനത്തിൻ്റെ വഴി സ്വീകരിക്കണമെന്നും ഭീഷ്മർ പറഞ്ഞു. എന്നാൽ കർണൻ അതിനെ എതിർത്തു. ഒരിക്കലും രാജ്യം വിട്ടുകൊടുക്കുകയില്ലെന്നും ചൂതിലെ വ്യവസ്ഥയായ വനവാസം പൂർത്തിയാക്കിയാൽ രാജ്യം നൽകുന്നതിനെക്കുറിച്ച് ആലോചിക്കാമെന്നും കർണൻ അഭിപ്രായപ്പെട്ടു. ധൃതരാഷ്ട്രർ ഭീഷ്മരുടെ അഭിപ്രായത്തോടാണ് യോജിച്ചത്. അതിനുശേഷം അദ്ദേഹം ദൂതനോട് പറഞ്ഞു, എല്ലാവരും കൂടെ കൂടിയാലോചിച്ച് ഒരു തീരുമാനമെടുത്ത് തീർച്ചയായിട്ടും അത് സഞ്ജയൻ വഴി അറിയിക്കുന്നതായിരിക്കുമെന്ന് പറയുകയും അതിൻ പ്രകാരം ദൂതൻ മടങ്ങിപ്പോവുകയും ചെയ്തു. അതിനെല്ലാം ശേഷം ധൃതരാഷ്ട്രർ സഞ്ജയനെ സഭയിൽ വിളിപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, സഞ്ജയ, പാണ്ഡവർ വനവാസവും അജ്ഞാതവാസവും കഴിഞ്ഞ് ഉപപ്ലവ്യത്തിൽ വന്ന് താമസിക്കുന്നതായി അറിഞ്ഞു. യഥാർത്ഥത്തിൽ അവർ ഈ കഷ്ടപ്പാടുകളൊന്നും അനുഭവിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. എന്നിട്ടും അവരതെല്ലാം സഹിച്ചു. ഇപ്പോഴും അവർക്ക് കൗരവരോട് ക്രോധമൊന്നുമില്ല. വിശ്വസ്തരാണവർ. അവരിൽ എന്തെങ്കിലും കുറ്റങ്ങൾ കണ്ടുപിടിക്കാൻ ഞാനും ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ എനിക്ക് അതിനൊന്നും കഴിഞ്ഞിട്ടില്ല. നാടുവിട്ട് വളരെക്കാലം വനവാസത്തിലായിരുന്നുവെങ്കിലും അവർക്ക് സൗഹൃദങ്ങൾ നഷ്ടപ്പെട്ടിട്ടില്ല. ക്ഷത്രിയരിൽ കൗരവരും കർണനുമല്ലാതെ അവർക്ക് വേറെ ശത്രുക്കളും ഇല്ല. അവർക്കെതിരെ നിൽക്കുന്നത് ഉപജാപങ്ങൾ പരത്തുന്നവരും ദുര്യോധനനും കർണനും മാത്രമാണ്. യുധിഷ്ഠിരൻ ജീവിച്ചിരിക്കെ പാണ്ഡവർക്കുള്ളതെല്ലാം തട്ടിയെടുക്കാമെന്ന് ദുര്യോധനൻ വിചാരിക്കുന്നു. പക്ഷേ അതൊന്നും നടക്കാൻ പോകുന്നില്ല എന്നുള്ളത് ദുര്യോധനൻ അറിയുന്നില്ല. തന്ത്രജ്ഞനായ ശ്രീകൃഷ്ണനും യുദ്ധകുശലരായ ഭീമാർജുനന്മാരും നകുലസഹദേവന്മാരും സാത്യകിയും സൃഞ്ജയന്മാരും പാണ്ഡവർക്കൊപ്പം ഉണ്ട്. അങ്ങനെ ചിന്തിക്കുമ്പോൾ പാണ്ഡവരുടെ ആവശ്യം അംഗീകരിക്കുന്നതാണ് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. യുധിഷ്ഠിരൻ കരുത്തനും അഭിമാനിയുമാണ്. ആരോടും പ്രത്യേകിച്ച് വിരോധവുമില്ല. അയാളെ ദുര്യോധനൻ അപമാനിക്കുകയാണ് ചെയ്യുന്നത്. യുധിഷ്ഠിരൻ കോപിഷ്ഠനായാൽ അയാളെ ആർക്കും തടയുവാൻ കഴിയില്ല. എൻ്റെ മക്കളെയെല്ലാം അയാൾ ഭസ്മമാക്കിക്കളയും. ധർമ്മജനെയല്ലാതെ മറ്റാരെയും എനിക്ക് പേടിയുമില്ല. കാരണം അയാൾ വിധിപ്രകാരമുള്ള തപസ്സും ബ്രഹ്മചര്യവും അനുഷ്ഠിക്കുന്നവരാണ്. അങ്ങനെയുള്ളവർ ഒരു തീരുമാനമെടുത്താൽ അത് നടപ്പാക്കുക തന്നെ ചെയ്യും. ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ പിന്തുണയും അവർക്കുണ്ട്. ധർമ്മമറിയുന്ന അദ്ദേഹം പാണ്ഡവരുടെ ഉയർച്ചയ്ക്ക് വേണ്ടിയല്ലാതെ മറ്റൊന്നിനു വേണ്ടി പ്രവർത്തിക്കില്ല. ഭഗവാൻ നിർദ്ദേശിക്കുന്ന ഏത് സന്ധിവ്യവസ്ഥയും യുധിഷ്ഠിരനും പാണ്ഡവരും അംഗീകരിക്കും. സഞ്ജയ, താങ്കൾ ഉപപ്ലവ്യത്തിൽ പോകണം. എന്നിട്ട് അവിടെ എത്തി പാണ്ഡവരുടെ സുഖസൗകര്യങ്ങൾ അന്വേഷിക്കണം. ഇപ്പോഴുള്ള ദ്വേഷവും വിരോധവും
അവസാനിപ്പിക്കാൻ ശ്രമിക്കുക. അതിലൂടെ ഒരു യുദ്ധം സംഭവിക്കാതിരിക്കട്ടെ. താമസം വിന സഞ്ജയൻ യുധിഷ്ഠിരനെ കാണാൻ ഉപപ്ലവ്യത്തിലെത്തി അദ്ദേഹത്തെ കണ്ട് നമസ്കരിച്ചു. രാജാവേ, അങ്ങും സഹോദരന്മാരും ദ്രൗപദിയും സുഖമായിരിക്കുന്നുവല്ലോ. വളരെ സന്തോഷം. അങ്ങയുടെ സഹായികളും ക്ഷേമത്തോടെ ഇരിക്കുന്നുവെന്ന് കരുതുന്നു. ധൃതരാഷ്ട്ര മഹാരാജാവ് നിങ്ങളുടെ എല്ലാം ക്ഷേമത്തിൽ തൽപരനാണ്. യുധിഷ്ഠിരൻ സഞ്ജയനെ ഉപചാരപൂർവ്വം സ്വാഗതം ചെയ്തു. സഞ്ജയ, ഞങ്ങൾക്ക് ക്ഷേമം തന്നെ. ഹസ്തിനപുരത്ത് ധൃതരാഷ്ട്ര മഹാരാജാവും ഗാന്ധാരി മാതാവും കൗരവരും ക്ഷേമമായിരിക്കുന്നുവല്ലോ. ബാഹ്ലിക രാജാവ് ശല്യരും അവിടെ ക്ഷേമത്തോടെ വസിക്കുന്നുവെന്ന് വിശ്വസിക്കുന്നു. പിതാമഹൻ ഭീഷ്മരും ദ്രോണാചാര്യരും കൃപാചാര്യർ അശ്വത്ഥാമാവ് സോമദത്തൻ തുടങ്ങിയവരും സൗഖ്യമായിരിക്കുന്നുവല്ലോ. ഹസ്തിനപുരത്തെ ജനങ്ങൾക്കും ക്ഷേമത്തിന് കുറവൊന്നുമില്ല എന്ന് കരുതുന്നു. കൗരവർ ദുര്യോധനോടും മഹാരാജാവിനോടും ഞങ്ങൾക്കുള്ള രാജ്യത്തിൻ്റെ പങ്ക് തരണമെന്ന് പറയാറുണ്ടോ? ഘോഷയാത്രയ്ക്ക് പുറപ്പെട്ട ദുര്യോധനനെയും കൂട്ടരെയും ഗന്ധർവന്മാരുടെ തടവിൽ നിന്ന് അർജുനനും ഭീമസേനനും ചേർന്ന് മോചിപ്പിച്ച കാര്യം അവർക്ക് ഓർമ്മയുണ്ടോ? നന്മ കൊണ്ട് ദുര്യോധനനെ വശത്താക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. സഞ്ജയൻ പറഞ്ഞു, രാജാവേ, അങ്ങ് പറഞ്ഞ എല്ലാവരും സുഖമായിരിക്കുന്നു. രാജ്യത്തിനും ഐശ്വര്യക്കുറവ് ഒന്നുമില്ല. ധൃതരാഷ്ട്ര മഹാരാജാവ് നിങ്ങളുടെ അവസ്ഥയിൽ ദുഃഖിതനാണ്. മഹാരാജാവോ അദ്ദേഹത്തിൻ്റെ പുത്രന്മാരോ നിങ്ങളുമായി ഭിന്നിച്ചു കഴിയുവാൻ ആഗ്രഹിക്കുന്നില്ല. ഗദാധാരിയായ ഭീമനെയും ഗാന്ധീവധാരിയായ അർജുനനെയും അദ്ദേഹം സദാ ഓർമ്മിക്കുന്നു. രാജാവേ, പാണ്ഡവർക്കും കൗരവർക്കും സൃഞ്ജയന്മാർക്കും അനുയോജ്യമായ ഒരു മാർഗം അങ്ങ് നിർദ്ദേശിക്കണം. അങ്ങയോടൊപ്പമുള്ള രാജാക്കന്മാരെയും പാണ്ഡവരുടെ സന്താനങ്ങളെയും വിളിച്ചു കൂട്ടിയാലും. മഹാരാജാവ് ധൃതരാഷ്ട്രർ ഇവിടെ അറിയിക്കാൻ എന്നെ ഏൽപ്പിച്ച ഒരു സന്ദേശം അതുകൂടി ഞാനിവിടെ അറിയിക്കാം. യുധിഷ്ഠിരൻ പറഞ്ഞു, സഞ്ജയ, ഭഗവാൻ ശ്രീകൃഷ്ണൻ, സാത്യകി, പ്രദ്യുമ്നൻ, പാണ്ഡവർ, സൃഞ്ജയന്മാർ ഒക്കെ ഇവിടെയുണ്ട്. മഹാരാജാവ് അങ്ങേ ഏൽപ്പിച്ച സന്ദേശം അറിയിച്ചുകൊള്ളൂ. സഞ്ജയൻ പറഞ്ഞു, മഹാരാജാവ് ധൃതരാഷ്ട്രർ അറിയിക്കുന്നതെന്തെന്നാൽ, യുധിഷ്ഠിര, ഞാനൊരു യുദ്ധത്തിന് ആഗ്രഹിക്കുന്നില്ല. സമാധാനം പുലരുന്ന ഒരവസ്ഥയുണ്ടാകണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എൻ്റെ ഈ തീരുമാനം എല്ലാവർക്കും ഹിതകരമായിരിക്കും. നിങ്ങൾ വിനയവും സത്യസന്ധതയും പുലർത്തുന്നവരാണ്. ദയവും ദാനശീലവും നിങ്ങൾ സദാ ആചരിക്കുന്നു. ദുഷ്ടലക്ഷ്യത്തോടെ ഒരു ചിന്ത നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാകുകയില്ല. യുദ്ധം ആർക്കും ശുഭകരമല്ല. നരകത്തിലേക്കുള്ള വഴിതെളിക്കാനേ യുദ്ധങ്ങൾക്ക് കഴിയൂ. ഇവിടെ സന്നിഹിതരായിരിക്കുന്ന ഓരോരുത്തരെയും, പ്രത്യേകിച്ച് വയോവൃദ്ധനായ ദ്രുപദ മഹാരാജാവിനെയും ഭഗവാൻ ശ്രീകൃഷ്ണനെയും ഞാൻ നമിക്കുന്നു. കൗരവർക്കും സൃഞ്ജയ വംശത്തിനും ക്ഷേമം ലഭിക്കുന്ന പ്രവൃത്തിയെ നിങ്ങൾ ചെയ്യാവൂ. ഭഗവാൻ ശ്രീകൃഷ്ണനും പാർത്ഥനും എൻ്റെ ഈ അപേക്ഷ തള്ളിക്കളയില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിക്ക് വേണ്ടി വേണമെങ്കിൽ ജീവൻ വെടിയാൻ പോലും പാർത്ഥൻ തയ്യാറാകുമെന്ന് എനിക്കറിയാം. ആ സാഹചര്യത്തിൽ ക്ഷേമകരമായ ഒരു സന്ധി ഉണ്ടാകുകയാണ് എൻ്റെ ആവശ്യം. സമാധാനം നിലവിൽ വരുവാൻ സന്ധി മാത്രമാണ് ഉപായം. സഞ്ജയൻ തുടർന്നു. ഭീഷ്മപിതാമഹൻ്റെയും ധൃതരാഷ്ട്രരുടെയും അഭിപ്രായമാണ് ഞാനിവിടെ പറഞ്ഞത്. എല്ലാം കേട്ടിരുന്ന ശേഷം യുധിഷ്ഠിരൻ പറഞ്ഞു, സഞ്ജയ, യുദ്ധത്തിന് ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് വിശ്വസിച്ച് കൗരവർ ഭയപ്പെടുന്നതിന് യുദ്ധം ഉണ്ടാകുന്നതിനേക്കാൾ നല്ലതല്ലേ അതൊഴിവാകുന്നത്? സന്ധി ചെയ്യാൻ അവസരമുണ്ടായാൽ ആരാണ് യുദ്ധത്തിന് വേണ്ടി ആഗ്രഹിക്കുക? യുദ്ധം ചെയ്യാതെ ലഭിക്കുന്നത് അല്പമാത്രമാണെങ്കിലും അതിന് മഹത്വമേറും. സഞ്ജയ, വനവാസകാലത്ത് ഞങ്ങൾ അനുഭവിച്ച ക്ലേശങ്ങൾ നിങ്ങൾക്കറിയാമോ? എന്നാലും നിങ്ങളുടെ വാക്കിനെ മാനിച്ച് ഞങ്ങൾ അത് മറക്കാം. കൗരവർ ഞങ്ങളോട് ചെയ്തതെന്തൊക്കെയാണെന്ന് നിങ്ങൾക്കറിയില്ലേ? ഞങ്ങൾ എങ്ങനെ അവരോട് സഹകരിച്ചു എന്നതും നിങ്ങൾ മറന്നിട്ടില്ലല്ലോ. ഇപ്പോഴും കാര്യങ്ങൾ അങ്ങനെ നടക്കൂ. നിങ്ങളുടെ വാക്കിനെ മാനിച്ച് ഞങ്ങൾ ശാന്തരായിരിക്കാം. പക്ഷേ ഇന്ദ്രപ്രസ്ഥം ഞങ്ങളുടെ ഭരണത്തിന് കീഴിലായിരിക്കണം. ആ രാജ്യം ഞങ്ങൾക്ക് വിട്ടുതരുന്നെങ്കിൽ മാത്രമേ ഇത് സംഭവിക്കൂ. സഞ്ജയൻ പറഞ്ഞു, ധർമ്മജ, അങ്ങ് സത്യസന്ധനും ധർമ്മപരിപാലകനുമാണ്. ലോകം മുഴുവൻ അത് പ്രശസ്തവുമാണ്. അങ്ങയുടെ ഈ ജീവിതം കൊണ്ട് അനശ്വരമായ കീർത്തി ലഭിക്കും. അങ്ങ് ആ സത്കീർത്തി നശിപ്പിക്കരുത്. യുദ്ധം ചെയ്യാതെ നിങ്ങളുടെ അവകാശം വിട്ടുകിട്ടുന്നില്ലെങ്കിൽ വൃഷ്ണന്ധകന്മാരുടെ ഒപ്പം പോയി ഭിക്ഷാടനം നടത്തി ജീവിക്കുന്നതും മെച്ചമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നാൽ യുദ്ധം ചെയ്ത അവകാശം നേടിയെടുക്കുന്നതും അഭികാമ്യമാണ്. മനുഷ്യജീവിതം ഹ്രസ്വമായ ഒരു കാലത്തേക്കേ ഉള്ളൂ. അത് ക്ഷയോന്മുഖവും ദുഃഖപൂർണവും ചഞ്ചലവുമാണ്. അതിനാൽ ധർമ്മജ, അങ്ങും സഹോദരന്മാരും അറിയുവാൻ വേണ്ടി പറയുകയാണ്. യുദ്ധമെന്ന ഈ കൂട്ടക്കുരുതി നിങ്ങളുടെ സത്പേരിന് കളങ്കം ചാർത്തും. ധർമ്മം
അംഗീകരിക്കുന്നവനാണ് ജ്ഞാനി. സുഖഭോഗങ്ങളിലുള്ള ആഗ്രഹം മനുഷ്യനെ സമൂഹത്തിൽ നിന്ന് ഭ്രഷ്ടനാക്കുന്നു. മൂഢനായവൻ പരലോകത്തെ വിശ്വസിക്കാതെ ബ്രഹ്മചര്യവും ധർമ്മനിഷ്ഠയും ഉപേക്ഷിച്ച് അധർമ്മത്തിൽ മുഴുകുന്നു. അവർക്ക് മരണാനന്തരം ദുഃഖപൂർണമായിരിക്കും. പരലോകം പോകിയാലും മനുഷ്യൻ്റെ പുണ്യപാപങ്ങൾ നിലനിൽക്കും. ആദ്യം പുണ്യപാപങ്ങൾ മനുഷ്യനെ പിന്തുടരുന്നു. പിന്നീട് മനുഷ്യൻ പാപപുണ്യങ്ങളെ പിന്തുടരേണ്ടി വരുന്നു. എന്തെങ്കിലും വകകൾ കയ്യിലുണ്ടെങ്കിലേ നിങ്ങൾക്ക് സത്കർമ്മങ്ങൾ ചെയ്യാൻ കഴിയൂ. മരണാനന്തരം ഒന്നിനും കഴിയില്ല. നിങ്ങൾ ചെയ്തിട്ടുള്ള പുണ്യകർമ്മങ്ങൾ നിങ്ങൾക്ക് പരലോകത്ത് സുഖപ്രദമായ ഒരു ജീവിതം നൽകുന്നു. അതിനെ സജ്ജനങ്ങൾ പ്രകീർത്തിക്കുകയും ചെയ്യും. എന്നിട്ടും നിങ്ങൾക്ക് യുദ്ധമെന്ന പാപകർമ്മമാണ് അഭികാമ്യമെങ്കിൽ അതിലും നല്ലത് ദീർഘകാലം വനത്തിൽ താമസിക്കുന്നതാണ്. വനവാസം ദുഃഖകരമായിരിക്കാം, എങ്കിലും അത് ധർമ്മങ്ങൾക്ക് അനുകൂലമാണ്. ധർമ്മജ ഏത് പ്രതികൂലാവസ്ഥയിലും ധർമ്മത്തെ കൈവിടാത്തവനാണ്. എന്നിട്ടും ഇപ്പോൾ ഇങ്ങനെ തോന്നുവാൻ എന്താണ് കാരണം? സഞ്ജയൻ്റെ വാക്കുകളിൽ നിന്ന് കൗരവർ പാണ്ഡവരുടെ അവകാശം വിട്ടുകൊടുക്കാൻ തയ്യാറല്ലെന്നും അവർ വീണ്ടും വനത്തിൽ തന്നെ പോയി താമസിക്കുന്നതാണ് നല്ലതെന്നും വ്യക്തമാണ്. ഇത് മനസ്സിലാക്കി യുധിഷ്ഠിരൻ പറഞ്ഞു, സഞ്ജയ, എല്ലാ കർമ്മങ്ങളിലും ധർമ്മമാണ് പ്രധാനമെന്ന് അങ്ങ് പറഞ്ഞത് ശരി തന്നെ. ഞാൻ ചെയ്യാൻ പോകുന്ന കർമ്മം ധർമ്മമോ അധർമ്മമോ എന്ന് ചിന്തിച്ചിട്ട് എന്നെ കുറ്റപ്പെടുത്തുക. ചില സാഹചര്യങ്ങളിൽ അധർമ്മം ധർമ്മത്തിൻ്റെ വേഷത്തിൽ പ്രത്യക്ഷപ്പെടാറുണ്ട്. അതുപോലെ ധർമ്മം അധർമ്മമായും തീരാറുണ്ട്. ജ്ഞാനികൾ വിവേകപൂർവ്വം ധർമ്മത്തെ തിരിച്ചറിയുന്നു. ഉപജീവനത്തിനുള്ള വഴികൾ അടഞ്ഞു പോകുമ്പോൾ വിവേകപൂർവ്വം ശരിയായ വഴി തിരഞ്ഞെടുക്കാം. സദ്ഗുണങ്ങളുടെ ബന്ധനത്തിൽ നിന്നും മുക്തി നേടാനായി സന്യാസം സ്വീകരിച്ച് ഭിക്ഷാടനം ചെയ്യാമെന്ന് ശാസ്ത്രങ്ങൾ വിധിക്കുന്നുണ്ട്. എൻ്റെ പൂർവികർ യജ്ഞത്തിന് വേണ്ടി കൈക്കൊണ്ട ധർമ്മങ്ങളും കർമ്മങ്ങളും ഞാനും പിന്തുടരുന്നു. പക്ഷേ ഞാനൊരു നാസ്തികനല്ല, എന്തും ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ആളാണ്. എന്തുതന്നെ സംഭവിക്കുമെന്നിരുന്നാലും ധർമ്മത്തിൽ നിന്നും ഞാൻ വ്യതിചലിക്കില്ല. സഞ്ജയ, ഇവിടെ ധർമ്മജ്ഞനും നീതിമാനും അതീവ ബുദ്ധിശാലിയുമായ ശ്രീകൃഷ്ണൻ ഇരിക്കുന്നുണ്ട്. ഞാൻ എൻ്റെ ധർമ്മത്തെ വെടിഞ്ഞ് എന്തെങ്കിലും പ്രവൃത്തി ചെയ്താൽ അദ്ദേഹം നോക്കിയിരിക്കുമെന്ന് തോന്നുന്നുണ്ടോ? ആ നിമിഷം അദ്ദേഹം എന്നെ തടയില്ലേ? പാണ്ഡവരുടെയും കൗരവരുടെയും നന്മയാണ് ഭഗവാന്റെ ലക്ഷ്യം. നാം ചെയ്യുന്ന ഓരോ കർമ്മങ്ങളുടെയും പരിണാമം എന്തായിരിക്കുമെന്ന് അദ്ദേഹത്തിന് അറിയാം. അതിനാൽ ഇക്കാര്യത്തിൽ അദ്ദേഹത്തിൻ്റെ അഭിപ്രായം എന്താണെന്ന് അറിയട്ടെ. ശ്രീകൃഷ്ണൻ പറഞ്ഞു, സഞ്ജയ, കൗരവർക്കെന്ന പോലെ പാണ്ഡവർക്കും നന്മയുണ്ടാകാൻ ധൃതരാഷ്ട്ര മഹാരാജാവ് ശ്രമിക്കുന്നത് പോലെ അവർക്ക് സന്താന സൗഭാഗ്യം ഉണ്ടാകാനും അദ്ദേഹം ആഗ്രഹിക്കുന്നു എന്നറിഞ്ഞതിൽ വളരെയേറെ സന്തോഷമുണ്ട്. യുധിഷ്ഠിരൻ സമാധാനം ആഗ്രഹിക്കുന്ന ആളാണ്. അദ്ദേഹം നീതിമാനാണ് എന്നത് ലോകപ്രശസ്തവുമാണ്. അത് ഞാൻ സമ്മതിക്കുന്നു. എന്നാൽ സഞ്ജയ, ഇവിടെ സമാധാനം നിലനിർത്തുക ദുഷ്കരമാണെന്ന് നിങ്ങളുടെ വാക്കുകളിൽ നിന്നും ഞാൻ മനസ്സിലാക്കുന്നു. പുത്രന്മാരോടൊപ്പം ധൃതരാഷ്ട്ര മഹാരാജാവും രാജ്യമോഹം കൊണ്ട് ഇവരുടെ രാജ്യം തട്ടിയെടുക്കാൻ ശ്രമിക്കുകയാണ്. അങ്ങനെയുള്ളപ്പോൾ എങ്ങനെ സമാധാനം പുലരും? യുധിഷ്ഠിരൻ ധർമ്മപരിപാലനത്തിൽ പ്രത്യേക ശ്രദ്ധാലുവാണെന്ന കാര്യം നിങ്ങൾക്കറിയാമല്ലോ. അങ്ങനെയുള്ള അദ്ദേഹത്തിൽ നിന്ന് എങ്ങനെ ധർമ്മലോപമുണ്ടാകുമെന്നാണ് നിങ്ങൾ പറയുന്നത്? തുടക്കം മുതലേ ധർമ്മപുത്രർ സ്വസ്ഥമായി കുടുംബത്തിൻ്റെ ഒപ്പം കഴിയുകയായിരുന്നു. അദ്ദേഹത്തിന് അവകാശപ്പെട്ട ഓഹരി ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്നത് ധർമ്മലോപമായി എങ്ങനെ പറയാൻ കഴിയുന്നു? എല്ലാം ഉപേക്ഷിച്ച് വനവാസത്തിന് പോകുന്ന കാര്യം ബ്രാഹ്മണർ ചിന്തിക്കേണ്ടതാണ്. ഗൃഹസ്ഥാശ്രമിയായിരുന്നു കൊണ്ട് ധർമ്മമാർഗത്തിലൂടെ മുക്തി നേടാമെന്ന് ചിലർ ആഗ്രഹിക്കുന്നു. എന്നാൽ കർമ്മമെല്ലാം ഉപേക്ഷിച്ച് ജ്ഞാനത്തിൻ്റെ വഴികളിലൂടെ സഞ്ചരിച്ചെങ്കിൽ മാത്രമേ മുക്തി ലഭിക്കൂ എന്ന് വേറെ ചിലർ ചിന്തിക്കുന്നു. ഭക്ഷണം കഴിച്ചെങ്കിലേ വിശപ്പടങ്ങുകയുള്ളൂ. എത്ര വലിയ ബ്രഹ്മജ്ഞാനികൾക്കും ഭക്ഷണം ലഭിക്കുന്നത് ഗൃഹസ്ഥാശ്രമിയുടെ വീട്ടിൽ നിന്നുമാണ്. ഈ അറിവിൻ്റെ ഭാഗവും കർമ്മത്തോട് ചേർന്ന് തന്നെയാണ്. ഇതിൽ കർമ്മഭാഗത്തെ ഉപേക്ഷിച്ച് സന്യാസം സ്വീകരിക്കാൻ ശ്രമിക്കുന്നവർ ദുർബലരാണ്. അവരുടെ വാക്കിന് യാതൊരു വിലയുമില്ല. സഞ്ജയ, ഭഗവാൻ ഉപദേശരൂപേണ അയാളെ വിളിച്ചു. ആ വാക്കുകൾ കേൾക്കാൻ സഞ്ജയൻ മുഖമുയർത്തി ഭഗവാനെ നോക്കി. കഥയുടെ ബാക്കി ഭാഗം നമുക്ക് അടുത്ത ദിവസം കേൾക്കാം.